ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി എന്ന് പറയുന്ന തിയറിയെ പറ്റിയാണ്. എന്താണ് പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി എന്താണ്, അതിൻ്റെ അസംഷൻസ് എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ഒരേ ക്വാളിറ്റി ഒരേ ക്വാണ്ടിറ്റി ഉള്ള ആപ്പിൾസ് രണ്ട് രാജ്യങ്ങളുടെ പ്രൈസ് നോക്കുന്നു. ഇമാജിൻ ഇന്ത്യയിൽ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ആപ്പിളിന് പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി, സേ 1 kg ആപ്പിളിന് 90 രൂപയാണ് വില എന്ന് വിചാരിക്കും. സെയിം ആപ്പിൾ കോസ്റ്റ് $1 ഇൻ USA. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കറൻസികളും തമ്മിലുള്ള കൺവെർട്ടബിലിറ്റി നോക്കാനായിട്ട് എളുപ്പമുള്ള മാർഗം എന്താണ്? ഈ പറയുന്ന രണ്ട് കാണും നമുക്ക് കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? $1 ഈസ് ഈക്വൽ ടു 90 rupees എന്ന് പറഞ്ഞു കിട്ടും. അവിടെ നമ്മൾ ചെയ്ത കാര്യം എന്താണ്? അവിടെ പർച്ചേസിംഗ് പവർ ആണ് നമ്മൾ നോക്കിയത് ഈ രണ്ട് കറൻസികളുടെ. അപ്പോൾ കറൻസികൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോർ പർച്ചേസിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ വാല്യൂ ഓഫ് എ കറൻസി ഓർ മണി ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ് ബൈ ദാറ്റ് പെർട്ടിക്കുലർ കറൻസി. അപ്പോൾ വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അതിന്റെ പർച്ചേസിംഗ് പവർ ആണ്. എത്രത്തോളം ക്വാണ്ടിറ്റി സാധനങ്ങൾ മേടിക്കാനായിട്ട് ഒരു പെർട്ടിക്കുലർ കറൻസിക്ക് പറ്റും എന്നുള്ളതാണ് പർച്ചേസിംഗ് പവർ കൊണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റും വേണമെന്നുണ്ടെങ്കിൽ ഈ പർച്ചേസിംഗ് പവറിന്റെ ബേസിസിൽ നമുക്ക് വേണമെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ പർച്ചേസിംഗ് പവർ ഓഫ് എ കറൻസി അത് ചേഞ്ച് വരും, പല കാരണങ്ങളും കൊണ്ടുവരാം. അതിൽ ഒരു കാരണമാണ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഡിഫ്ലേഷൻ. ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രൈസിന്റെ ലെവലിൽ കൂടുതൽ ഇൻക്രീസസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരത്തെ മേടിച്ചുകൊണ്ടിരുന്ന അതേ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് നമുക്ക് മേടിക്കാനായിട്ട് പറ്റില്ല. നേരത്തെ മേടിച്ചിരുന്ന 1 കിലോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതേ യൂണിറ്റ് ഓഫ് കറൻസി കൊണ്ട് നമുക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ അതേ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് മേടിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വാല്യൂ ഓഫ് കറൻസി നമ്മൾ കൊടുക്കുകയോ ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ കറൻസിയുടെ മൂല്യം കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഡീഫ്ലേഷൻ ഈ എക്സ്ചേഞ്ച് റേറ്റിനെയും അഫക്റ്റ് ചെയ്യും. പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എക്സ്ചേഞ്ച് റേറ്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഇതിനോട് കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ലോ ഓഫ് വൺ പ്രൈസ്. ലോ ഓഫ് വൺ പ്രൈസ് എന്ന് പറയുന്ന കാര്യം സ്റ്റേറ്റ് ചെയ്യണം എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി ഹാവിങ് എ പെർട്ടിക്കുലർ ക്വാളിറ്റി ഓഫ് എ പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി കനോട്ട് ഡിമാൻഡ് ടു ഡിഫറെന്റ് പ്രൈസസ് ഇൻ ടു ഡിഫറെന്റ് മാർക്കറ്റ്സ്. ഇപ്പോൾ ഒരേ സാധനത്തിന് ഒരേ ക്വാളിറ്റി ഉള്ള സാധനത്തിന് രണ്ട് മാർക്കറ്റിൽ പല പ്രൈസ് ഒരിക്കലും കമാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓവർ എ പീരീഡ് ഓഫ് ടൈം അവിടെ ആർബിട്രേജിങ് നടക്കും. അതായത് ലോ പ്രൈസ് ഉള്ള സ്ഥലത്ത് നിന്നും ഹൈ പ്രൈസ് ഉള്ള സ്ഥലത്തേക്ക് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്തു പോകും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഹൈ പ്രൈസ് ഉള്ള സ്ഥലത്ത് ഈ സാധനം ഒരുപാട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പ്രൈസ് കുറയും. അതേസമയം ലോ പ്രൈസ് ഉള്ള സ്ഥലത്ത് എന്ത് സംഭവിക്കും? സാധനങ്ങൾ ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രൈസ് പതുക്കെ മുകളിലേക്ക് വരും, കൂടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ടും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ആർബിട്രേജിങ് നടന്ന ഈ പെർട്ടിക്കുലർ സാധനത്തിന്റെ വാല്യൂ ഒരേപോലെ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഈ ഡിഫറൻസസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ആർബിട്രേജിങ് വഴി പ്രൈസ് ഡിഫറൻസസ് സെറ്റ് ഓഫ് ചെയ്ത് പോകും എന്നാണ് ലോ ഓഫ് വൺ പ്രൈസ് പറയുന്നത്. ഈ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി പഠിക്കുമ്പോൾ രണ്ട് പേരെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒന്ന് ഡേവിഡ് റിക്കാർഡോ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ എക്കണോമിസ്റ്റ്. ഇദ്ദേഹം ആഡം സ്മിത്ത്, തോമസ് മാൽത്തുസ്, അതുപോലെ ജെയിംസ് മിൽ, ഇതൊക്കെ പോലെയുള്ള എക്കണോമിസ്റ്റുകളുടെ ആ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രമുഖനായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അയാൾ പൊളിറ്റീഷ്യനായിരുന്നു. 17th century ജീവിച്ചിരുന്ന ഒരാളാണ് ഡേവിഡ് റിക്കാർഡോ. ഇദ്ദേഹമാണ് ശരിക്കും പറഞ്ഞ ഈ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി ശരിക്കും അതുപോലെ ലോ ഓഫ് വൺ പ്രൈസ് എല്ലാം ഫോർമുലേറ്റ് ചെയ്തു. പക്ഷെ ഇത് കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവന്നത് കാൾ ഗുസ്താവ് കാസൽ എന്ന് പറഞ്ഞ ഒരു സ്വീഡിഷ് എക്കണോമിസ്റ്റ് ആണ്. 19th century സ്റ്റോക്ക്ഹോം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്നു ഇദ്ദേഹമാണ് ശരിക്കും പറഞ്ഞ ഈ പറയുന്ന പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി കുറച്ചും കൂടി പോപ്പുലറൈസ് ചെയ്യുകയും പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ദെൻ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ, എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് എ കമ്മോഡിറ്റി ഇസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസ് ഓഫ് പർച്ചേസിംഗ് പവർ ഓഫ് ദാറ്റ് കറൻസി. അപ്പോൾ നമ്മളിതിൽ എക്സ്ചേഞ്ച് റേറ്റും പർച്ചേസിംഗ് പവറും തമ്മിലാണ് ഇനി നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഒരു ഫോറിൻ കറൻസിനെ ഒരു കമ്മോഡിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
ഫോറിൻ എക്സ്ചേഞ്ചിനെ അല്ലെങ്കിൽ കറൻസിനെ ഒരു കമ്മോഡിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വിൽക്കാനും വാങ്ങാനും പറ്റുന്ന ഒരു കമ്മോഡിറ്റി. അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഈ രണ്ട് കറൻസികളുടെയും പർച്ചേസിംഗ് പവറുകളാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ വേറൊരു വാക്ക് ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് ടു കറൻസീസ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രോഡക്ട്സ് ഓഫ് കമ്മോഡിറ്റീസ് ദാറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ് ബൈ ദി കറൻസീസ്. നമ്മൾ നേരത്തെ ആപ്പിളിന്റെ കേസ് കണ്ടില്ലേ, എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമുക്ക് ഒരു യൂണിറ്റ് ഓഫ് കറൻസി കൊണ്ട് മേടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ $1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 കിലോ ആപ്പിൾ കിട്ടും. അതേ 1 കിലോ ആപ്പിൾ മേടിക്കാനായിട്ട് 90 യൂണിറ്റ് ഓഫ് ഇന്ത്യൻ കറൻസി കൊടുക്കേണ്ടി വന്നു. സി, അപ്പൊ അതിന്റെ കമ്പാരിസൺ എന്ന് പറയുന്നത് $1 is equal to 90 ഇന്ത്യൻ റുപ്പി എന്നാണ്. അപ്പൊ അങ്ങനെയാണ് ആ എക്സ്ചേഞ്ച് റേറ്റ് അവർ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു കമ്പാരിസൺ പോലെ പറയുന്നതാണ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഇസ് ദി എമൗണ്ട് ഓഫ് കറൻസി വിച്ച് വുഡ് ബൈ ദി ഇക്വാലന്റ് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ബോത്ത് കൺട്രീസ്. നമ്മുടെ ബാസ്ക്കറ്റ് ഓഫ് ആപ്പിളിന്റെ കാര്യം പറഞ്ഞത്. പ്രൈസ് ഓഫ് ആപ്പിൾ ഇൻ ഇന്ത്യ 90, പ്രൈസ് ഓഫ് ആപ്പിൾ ഇൻ USA 1. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 90:1 ആണ്. പ്രൊവൈഡഡ് ഈ ആപ്പിളിന്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി സെയിം ആയിരിക്കണം എന്നുള്ളൊരു പ്രൈമ ഫേസി കണ്ടീഷൻ അവിടെ ഉണ്ട്. ഈ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറിക്ക് കുറെ അസംഷൻസ് ഉണ്ട്. എല്ലാ തിയറികൾക്കും അസംഷൻസ് ഉള്ളതുപോലെ തന്നെ ഇതിന് കുറെ അസംഷൻസ് ഉണ്ട്. ഇതിനെ ഫ്രിക്ഷൻസ് ഇൻ ട്രേഡ് എന്നാണ് സാധാരണ രീതിയിൽ പറയുക. ഇതിൽ ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നില്ലായിരിക്കണം എന്നുണ്ട്. ഒരിക്കലും അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കറൻസി കൺവേർഷൻ കോസ്റ്റ് നില്ലായിരിക്കണം എന്നുണ്ട്. ഒരിക്കലും ഇല്ല. കാരണം കറൻസി കൺവേർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽഡ് നമ്മുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ മേടിക്കും. ദെൻ ട്രേഡ് ബാരിയേഴ്സും കോട്ടാസും ഉണ്ടാവരുതെന്നുണ്ട്. പ്രാക്ടിക്കൽ വേൾഡിൽ അത് രണ്ടും അങ്ങനെയല്ല. ഇഷ്ടംപോലെ ട്രേഡ് ബാരിയേഴ്സും ഉണ്ട്. പലതരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസും അവിടെ അവൈലബിൾ ആണ്. ദെൻ പെർഫെക്റ്റ് മാർക്കറ്റ് കണ്ടീഷൻ, അതായത് ഡിമാൻഡ് സപ്ലൈ പ്രിൻസിപ്പിൾ മാത്രമായിരിക്കണം പ്രൈസ് ഡിറ്റർമിൻഡ് ആവുന്നത്. അതും പ്രാക്ടിക്കലി പലപ്പോഴും പോസിബിൾ ആയിട്ട് ഉണ്ടാവാറുണ്ട്. ദെൻ നോ കൺട്രി സ്ട്രോങ് ഇനഫ് ടു ഇൻഫ്ലുവൻസ് എക്സ്ചേഞ്ച് റേറ്റ്. ഈ ഒരു കാര്യം മാത്രമാണ് ഹോൾഡ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ രാജ്യത്തിന് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യാൻ തക്ക സ്ട്രെങ്ത് ഒരിക്കലും ഉണ്ടാവാനായിട്ട് പാടില്ല. ദെൻ ഈ പറയുന്ന അസംഷൻസ് എല്ലാം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി പ്രാക്ടിക്കലി വർക്ക് ചെയ്യുള്ളൂ. ഇതിനെ അസംഷൻസ് ഓഫ് PPP എന്ന് പറയാറുണ്ട്, ഫ്രിക്ഷൻസ് ഇൻ ട്രേഡ് എന്ന് പറയാറുണ്ട്, ഡിസ്റ്റോർഷൻസ് ഇൻ ഫ്രീ മാർക്കറ്റ് എന്ന് പറയാറുണ്ട്. ഇനി നമ്മൾ അടുത്ത ഒരു ഇതിലായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പർച്ചേസിംഗ് പവർ പാരിറ്റിയുടെ പല വേരിയൻസ് ഉണ്ട്. ആ വേരിയൻസ് എന്തെല്ലാമാണ്, അതനുസരിച്ച് എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞത് എന്താണ് പർച്ചേസിംഗ് പവർ പാരിറ്റി, എങ്ങനെയാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്, അത് കൊണ്ടുവന്ന പോപ്പുലറൈസ് ചെയ്ത രണ്ട് ആൾക്കാർ ആരൊക്കെയാണ്, പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട അസംഷൻസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.